പ്രിയപ്പെട്ട സ്നേഹിതരെ, നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായി അറിയിക്കുന്നു. കേരളമാകെ ഓണത്തിന്റെ ഉത്സവ ആഘോഷ ലഹരിയിലാണ്. പണ്ടെങ്ങോ നമ്മുടെ ഈ നാടിനെ ഭരിച്ചിരുന്ന വളരെ നീതിമാനും വിശ്വസ്തനും സമാധാനപ്രിയനും എല്ലാവർക്കും നന്മ ചെയ്യുന്നവരും എല്ലാവരെയും സ്നേഹിക്കുന്നവരും എല്ലാവർക്കും ഉപകാരിയുമായിരുന്ന ഒരു രാജാവ്, ഒരു അസുര രാജാവ് ഈ നാട് വാഴുന്നതുവെന്നും ആ നാളുകളിൽ മനുഷ്യരെല്ലാവരും ഒന്നുപോലെയായിരുന്നു. കള്ളവും ചതിവും എല്ലോളമില്ലാത്ത, പൊളിവചനങ്ങൾ ഒട്ടുമില്ലാത്ത സുന്ദര സുമുഖമായ ഒരു പൂർവ്വകാലഘട്ടം. അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. ആണ്ടിലൊരിക്കൽ പാതാളത്തിലേക്ക് ചവിട്ടുചാറ്റപ്പെട്ട ഈ മഹാരാജാവ് തന്റെ പ്രജകളെ കണ്ട് അഭിവാദനം ചെയ്യുവാൻ അനുമതി ചോദിച്ച് ലഭിച്ചതനുസരിച്ച് അദ്ദേഹം കേരളത്തെ സന്ദർശിക്കുന്ന സമയമാണ് ഓണം എന്നാണ് ഐതിഹ്യം. ഈ നാളുകളിൽ ഞങ്ങളുടെയൊക്കെ ബാല്യകാലഘട്ടത്തിൽ വളരെയധികം ഉത്സവ പ്രതീതി കൂടി കെട്ടിപ്പൊക്കിയ ഊഞ്ഞാലിൽ കുട്ടികളാടുക, അത്തപ്പൂക്കളമിടുക, മറ്റനേക അനുബന്ധമായിരിക്കുന്ന കാര്യപരിപാടികൾ, കലാപരിപാടികൾ, നാടൻ കലാപരിപാടികളൊക്കെ ആളുകൾ ചെയ്യുന്നു. അതെല്ലാം ഈ ചരിത്രത്തെ ഓർക്കുന്നു എന്നുള്ള ഐതിഹ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു നീതിയോട് ലോകത്തെ ഭരിക്കാൻ പോകുന്ന, ലോകത്തുള്ള എല്ലാ മനുഷ്യനും അവൻ ആഗ്രഹിക്കുന്ന സമാധാനവും ശാന്തിയും സംതൃപ്തിയും സംജാതമാക്കാൻ കഴിയുന്ന ഒരു ഏക ലോക ഛത്രാധിപതി, അദ്ദേഹത്തെക്കുറിച്ചാണ് ചില വാക്കുകൾ ഇവിടെ ചുരുക്കമായി സംസാരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു 2000 വർഷം മുമ്പ് ഈ ഭൂമിയെ സന്ദർശിച്ചതാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് മാനവ ചരിത്രത്തിൽ മനുഷ്യനെ സമത്വം, സാഹോദര്യവും സന്തോഷം, സമാധാനം ഇത് സംജാതമാക്കുവാൻ മനുഷ്യനെ സന്ദർശിച്ച സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യരുടെയും മനുഷ്യനായി ജീവിച്ചു പാപരഹിതൻ എന്ന സമസ്ത ലോക ജനതകളാണ് സാക്ഷ്യം പ്രാപിക്കപ്പെട്ടു. അതായത് സത്യങ്ങളാലും മിത്രങ്ങളാലും ഒരുപോലെ സാക്ഷ്യം പ്രാപിക്കപ്പെട്ട ഈ ഭൂമിയിൽ 33 തിരുവയസ് വരെ മാത്രം ജീവിച്ച് 33 തിരുവയസിന്റെ അന്ത്യത്തിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിലെ കൊലകളിലേക്ക് കരയേറിപ്പോയി. ആ കാലത്തെ അറിയപ്പെട്ട കൊള്ളക്കാരായ 2 കള്ളന്മാരുടെ നടുവിൽ നിന്ന് ആ കടുനടവില് കാര്യനിർമ്മാണികളാൽ ക്രൂശിതനായി. അന്നത്തെ ഗലീലയായ മന്ത്രിയായിരുന്ന അതേപോലെ യോസേഫ് എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു മന്ത്രിയുടെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. ഇന്ന് സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവായ യേശു, ഈ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ചില വാക്കുകൾ ഞങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് ഞങ്ങൾ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു മതസ്ഥാപകനല്ല. അതായത് ക്രൈസ്തവരുടേതായി എന്ന് അവകാശപ്പെടുന്ന കവലകൾ തോറും കാണപ്പെടുന്ന കപ്പേലകളും കുരിശും തൊട്ടികളും അതൊന്നും യേശു ക്രിസ്തുവോ തന്റെ അപ്പോസ്തലന്മാരോ സ്ഥാപിച്ചതല്ല. അങ്ങനെ എവിടെയെങ്കിലും കുരിശോ തൊട്ടിയോ ഒക്കെ സ്ഥാപിച്ച് അവിടെ എന്തെങ്കിലുമൊക്കെ നേർച്ച കാഴ്ചകൾ തന്റെ പേരിൽ ഇടണമെന്ന് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്റെ ശിഷ്യവൃന്ദന്മാരെ അദ്ദേഹം അഭ്യസിപ്പിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ ഉണ്ടായി എന്നങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ, കാലാകാലങ്ങളിലായി യേശുവിന്റെ പേരിൽ ഉണ്ടായി വന്ന പരിപാടികളാണ് ഇതെല്ലാം. അതൊന്നും വാസ്തവത്തിൽ ഞങ്ങളെ സംബന്ധിച്ചൊരു വിഷയമല്ല. ഞങ്ങള് ഇവിടെ പ്രസംഗിക്കുന്നത് ആ യേശു ക്രിസ്തുവിനെ അനുബന്ധിച്ച് മനുഷ്യനുണ്ടാക്കിയ സംവിധാനങ്ങളെ കുറിച്ചൊന്നുമല്ല. മറിച്ച് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യന് വേണ്ടി ലോകരക്ഷിതാവായി ലോകത്തിൽ അവതരിച്ച ഈ ക്രിസ്തുവിനെ സംബന്ധിച്ച് തന്നെയാണ്. എന്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു? 1, 2, 3, 4 എന്നിങ്ങനെ വളരെ പരിമിതമായ വാക്കുകൾ ഈ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി ഞങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. 1, യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. പല ആളുകളും യേശു ക്രിസ്തുവിന്റെ ചരിത്ര സാധ്യതയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഗതകാല ചരിത്രം സസൂക്ഷ്മമായി അപഗ്രഥിച്ചാൽ യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനല്ലെന്ന് പറയാൻ മസ്തിഷ്കം ചെലവഴിച്ച ധാരാളം മഹാന്മാരായ ആളുകളുടെ ചരിത്രം വിശ്വചരിത്രത്തിൽ കൂടെ കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ
പറയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്നാൽ വാസ്തവത്തിൽ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനായിരുന്നു എന്ന് വാസ്തവത്തിൽ യേശുക്രിസ്തുവിനെയോ യേശുക്രിസ്തുവിന്റെ താൻ പ്രചരിപ്പിച്ച സന്ദേശങ്ങളെയോ അംഗീകരിക്കാത്ത വിശ്വസിക്കാത്ത ആളുകൾ പോലും പരോക്ഷമായി ആ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നുണ്ട്. എന്താണ് യേശുക്രിസ്തു ഈ ലോകത്തിന്റെ ചരിത്ര പുരുഷനായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്? ഞാൻ നിങ്ങൾ ജീവിക്കുന്ന AD 2024 സെപ്റ്റംബർ മാസത്തിലാണ്. എന്നാണ് ഈ AD എന്ന് പറയുന്ന ഈ സൂക്ഷ്മാക്ഷരം നമ്മെ ഓർപ്പിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വർഷം എന്നാണ് അതിന്റെ അർത്ഥം. ലോക ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ട് തുല്യ കഷങ്ങളായി കയറിമറിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ നടുവിൽ ചരിത്രത്തിന്റെ നാഴികക്കല്ലായി ചരിത്ര പുരുഷനായി നിൽക്കുന്ന വ്യക്തിയാണ് കർത്താവായ യേശു. യേശുക്രിസ്തുവിന്റെ ചരിത്രത്തെ മാറ്റി നിർത്തിയിട്ട് വിശ്വചരിത്രത്തെ വിശ്വസ്തമായ നിലയിൽ അത് എഴുതിയുണ്ടാക്കുക തികച്ചും അസാധ്യമാണ്. അതുകൊണ്ടാണ് ചരിത്രകാരനായ HG വെൽസ് പ്രകാരം പറഞ്ഞു, ലോക ചരിത്രത്തിന്റെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന നാഴികക്കല്ലാണ് നസ്രയനായ യേശു. യേശുക്രിസ്തുവാണ് വിശ്വചരിത്രത്തെ രണ്ടായി വിഭജിക്കുന്നത്. ക്രിസ്തുവിനെ ഒഴിച്ചു നിർത്തി മാറ്റി നിർത്തി ലോകചരിത്രം ഒരിക്കലും വിശ്വസ്തമായി ചമയ്ക്കുവാൻ സാധിക്കുകയില്ല. യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. രണ്ട്, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പ്രവചനങ്ങളുടെ നിവൃത്തിയായിട്ടാണ്. കർത്താവായ യേശു ഈ ഭൂമിയിൽ ജനിക്കുമെന്നും ജനിച്ചാൽ അദ്ദേഹം എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കുമെന്നും അദ്ദേഹത്തിന്റെ ജീവിതശൈലി എന്തായിരിക്കുമെന്നും അദ്ദേഹം എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വരുന്നതെന്നും അദ്ദേഹത്തിന്റെ ജീവിത അന്ത്യം ഏത് നിലയിലായിരിക്കുമെന്നും എപ്രകാരമാണ് അദ്ദേഹം മരിക്കുന്നതെന്നും മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുമെന്നുമെല്ലാം വളരെ വ്യക്തമായി മുൻകൂട്ടി പ്രവാചക വരേണ്യന്മാർ മുഖാന്തരം ദൈവം ലോകത്തിന് വെളിപ്പെടുത്തിയിരുന്നു. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, എവിടെയാണ് യേശു ജനിക്കുന്നത്? മീഖാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം, നീയേ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഏറ്റവും ചെറുതെങ്കിലും നിന്നെ മേയ്പ്പാനുള്ള നായകൻ നിന്റെ ജനത്തിന്റെ നടുവിൽ തന്നെ എഴുന്നേറ്റ് വരും, അവന്റെ പുറപ്പാട് പണ്ടേ ഉള്ളതാകുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഏതാണ്ട് 400 വർഷം മുമ്പ് ബൈബിളിലെ ഏതാണ്ട് ഒടുവിലത്തെ പ്രവാചകന്മാരിൽ ഒരാളായ ആള് പ്രവചിച്ച പ്രവാചകവാക്യമാണ്. BC 740 കാലഘട്ടങ്ങളിൽ ഇസ്രായേലിന്റെ രാജവീതികൾ നെടുകയും കുറയും നടന്നുകൊണ്ട് ദൈവിക സന്ദേശങ്ങളെ വിളിച്ചു പറഞ്ഞ ഭവിഷ്യോക്താവായിരുന്ന യെശയ്യാവ് ഇപ്രകാരം പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിപ്പോണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കപ്പെടും. അപ്പോൾ യേശു ക്രിസ്തു കന്യകാശുതനായി ജനിക്കും. ഇനി അവൻ എവിടെ ജനിക്കും? ഇസ്രായേൽ എന്ന് പറയുന്ന ജനതയുടെ നടുവില് ദാവീദ് എന്ന് പറയുന്ന ദാവീദ് രാജാവിന്റെ സിംഹാസനത്തിന് അവകാശിയായി യഹൂദ ഗോത്രത്തിൽ, അതായത് ദാവീദ് രാജാവ് ജനിച്ച് ജീവിച്ച ആ ഗോത്രത്തിൽ അദ്ദേഹം ജനിക്കും. അപ്പൊ യേശു ക്രിസ്തു എവിടെ ജനിക്കും? രണ്ട്, ഏത് വംശത്തിൽ ജനിക്കും, എങ്ങനെ ജനിക്കും, എപ്പോൾ ജനിക്കും, ഇതെല്ലാം മുൻകൂട്ടി ഭവിഷ്യോക്താക്കൾ മുഖാന്തരമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവചനങ്ങളുടെ നിവൃത്തിയായിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ അവതരിച്ചത്. ആ കാലഘട്ടത്തിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും കരുത്തുറ്റ ശത്രുവായിരുന്ന തർസോസിലെ ശൗൽ എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് ദമസ്കോസിന്റെ വടയഭാഗത്തിൽ വെച്ച് ക്രൈസ്തവ വിശ്വാസികളെ പിടിച്ചുകെട്ടി യെരൂശലേമിൽ കൊണ്ടുവന്ന് അധികാരസ്ഥന്മാരാകുന്ന മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിലേൽപ്പിച്ച് അവരെ കിരാതമായി കൊന്നുമുടിക്കുവാൻ അധികാരപത്രം വാങ്ങി ദമസ്കോസിലേക്ക് പ്രയാണം ചെയ്യുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടരും. അങ്ങനെ പ്രയാണം ചെയ്യുകയും പട്ടാപ്പകൽ തലയ്ക്ക് മീതെ ഉദിച്ച് ഉയർന്നു നിൽക്കുന്ന സൂര്യധാരയെ വെല്ലുന്ന ഒരു സ്വർഗീയ പ്രകാശം ഈ പൗലോസിന്റെ കണ്ണിന് മുമ്പാകെയും തലയ്ക്ക് മീതെയും ആഞ്ഞടിച്ചു. മാത്രമല്ല, ഒരു വലിയ ശബ്ദം അദ്ദേഹം കേട്ടു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? നാളതുവരെ യേശുക്രിസ്തുവിനെ കർത്താവെന്ന് വിളിക്കാൻ മനസ്സില്ലാത്ത നസ്രയനായ യേശുവിനെ അംഗീകരിക്കാത്ത യഹൂദ മതമാണ് മതങ്ങളുടെ മാതാവെന്ന് വിശ്വസിച്ചുവെന്ന് ഒരു കാരണവശാലും ക്രൈസ്തവ വിശ്വാസത്തെ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവരെ ഒന്നൊന്നായി പിടിച്ചുകെട്ടുകയും തല്ലുകയും കെട്ടിയിടുകയും കൊന്നുമുടിക്കുകയും ചെയ്ത തർസോസിലെ ശൗല് ആദ്യമായി തന്റെ ജീവിതത്തിന്റെ ആദ്യ യാമത്തിൽ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? യേശു വിളിച്ചു പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശു ആകുന്നു ഞാൻ. ആ ശൗലെ മാനസാന്തരപ്പെട്ട് പരിവർത്തന വിധേയനായി ഒരു ക്രിസ്തീയ വിശ്വാസിയായി, അല്ല യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായി അങ്ങനെ മാറിയ ശേഷം പിൽക്കാലത്ത് അദ്ദേഹം കൊരിന്ത്യയിലെ വിശ്വാസത്തിൽ എഴുതുമ്പോൾ ഇപ്രകാരം എഴുതുകയാണ്, നമ്മുടെ കർത്താവായ യേശു തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ചു, കർത്താവായ യേശു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, കർത്താവായ യേശു തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. അപ്പൊ യേശു ക്രിസ്തു ജനിച്ചത്, ജീവിച്ചത്, ചരിച്ചത്, സംസാരിച്ചത്, പ്രസംഗിച്ചത്, പിന്നെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചത്, വീര്യപ്രവർത്തിച്ചത്,
കാൽവരി ക്രൂശിൽ മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത്, ഇതെല്ലാം മുന്നേറിയപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വിശ്വചരിത്രത്തിൽ ഞാനും നിങ്ങളും കാലത്തിന്റെ വിവിധ ഏടുകളിൽ ഇവിടെ ജന്മം കൊണ്ട ആളുകളാണ്. നാം ആരും ജനിക്കുമെന്ന് നമുക്കാർക്കും അറിയാമായിരുന്നില്ല. എന്നാൽ കാലവിഭ്രമത്തിങ്കിൽ ഞാനും നിങ്ങളും ഭൂമിയിൽ ജനിക്കുകയുണ്ടായി. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ജന്മം നൽകുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, എന്നാൽ നമ്മെ ആരെയും സംബന്ധിച്ച് നാം എപ്പോൾ ജനിക്കുമെന്നോ, എവിടെ ജനിക്കുമെന്നോ, ആരുടെ മകനായി ജനിക്കുമെന്നോ, എങ്ങനെ ജനിക്കുമെന്നോ, ജനിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നോ ആരും ഒരിക്കലും മുൻകൂട്ടി പറഞ്ഞിരുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നസറേയനായ യേശു വാസ്തവത്തിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി രക്ഷകനായി ഈ ലോകത്തിൽ അവതരിച്ചവനാണ്. അവന് എങ്ങനെ ജനിക്കും, എപ്പോൾ ജനിക്കും, എപ്രകാരം ജനിക്കും, എവിടെ ജനിക്കും എന്നെല്ലാം മുൻപ് കൂട്ടി പറഞ്ഞ പ്രഖ്യാപനം അനുസരിച്ച് ദൈവ വചനപ്രകാരം, തിരുവെഴുത്തുകൾ പ്രകാരം യേശു ക്രിസ്തു ജനിച്ചു എന്ന് വായിക്കും. അപ്പൊ യേശു ക്രിസ്തു ജന്മം പ്രവചനങ്ങളുടെ നിവർത്തിയാണ്. ഇനി മൂന്നാമതായി, യേശു ക്രിസ്തു എഴുതപ്പെട്ടിരിക്കുന്ന പ്രവചനത്തിന് നിവൃത്തിയായി മാത്രം ജനിച്ചവനല്ല, യേശു ക്രിസ്തുവിന്റെ അവകാശവാദങ്ങൾ നിസ്തുല്യമായ അവകാശവാദങ്ങളായിരുന്നു. എന്താണ് യേശു ക്രിസ്തുവിന്റെ അവകാശവാദങ്ങൾ? അദ്ദേഹത്തെ സംബന്ധിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന 4 സുവിശേഷകന്മാരുടെ സുവിശേഷങ്ങളിൽ 7 അവകാശവാദങ്ങൾ യേശു പറഞ്ഞിട്ടുണ്ട്. അവയെല്ലാം നിസ്തുല്യമായ അവകാശവാദങ്ങൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ അവകാശവാദങ്ങളെ നിസ്തുല്യമായ അവകാശവാദങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത്? അതിനോട് തുല്യം ചെയ്യാൻ കഴിയുന്ന ഒരു അവകാശവാദവും ഭൂമിയിൽ ആരും ഒരിക്കലും ഉന്നയിച്ചിട്ടില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകും. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മണ്ണും കാണാതെ ജീവിക്കപ്പെടും. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, ഞാൻ വഴിയാകുന്നു, സത്യമാകുന്നു, ഞാൻ ജീവനാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും സ്വർഗരാജ്യത്തേക്ക് പ്രവേശിക്കുകയില്ല. ഇങ്ങനെ അക്കമിട്ട് എണ്ണി അവകാശവാദങ്ങൾ ലോകത്തോട് നിരത്തി അവയെല്ലാം സത്യസന്ധമാണെന്ന് ലോക ജീവിതത്തിൽ വെച്ച് തന്നെ തെളിയിച്ച ഒരു പുരുഷവിശേഷമാണ് നസറേയനായ യേശു. ആ യേശു ക്രിസ്തുവിന്റെ അവകാശവാദങ്ങൾ നിസ്തുല്യമായി. ഇനി 2, യേശു ക്രിസ്തുവിന്റെ മരണം അത് നിസ്തുല്യമാണ്. ഞാൻ ഓർമ്മിച്ചല്ലോ, നാം എല്ലാവരും ഈ ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്നു. മരിക്കാൻ ആർക്കും ഇഷ്ടമില്ല. ഒരു മനുഷ്യൻ പോലും മരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. ഏതാണ്ട് 99 വയസ്സ് പ്രായമുള്ള ഒരു പിതാവിനെ ഞാനൊരിക്കൽ രോഗിയായി കിടന്നിരുന്ന ആശുപത്രിയിലെ മുറിയിൽ എന്റെ സമീപ കിടക്കയിൽ കൊണ്ട് കിടത്തി. അദ്ദേഹത്തെ ശുശ്രൂഷ ചെയ്യാൻ സമീപിച്ച നേഴ്സിനോട് 99 വയസ്സുള്ള പിതാവ് ചോദിക്കുക, കുഞ്ഞെ, ഞാൻ മരിച്ചു പോകുന്നു. അദ്ദേഹത്തിന് മരിക്കാൻ ആഗ്രഹമില്ല. അദ്ദേഹത്തിനല്ല, ആർക്കും മരിക്കാൻ ആഗ്രഹമില്ല. നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടി ജനിച്ചവരാണ്, മരിക്കാൻ വേണ്ടി ജനിച്ചവരല്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഞാനും നിങ്ങളും മരിച്ചു പോകുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കാൻ കാരണം? മനുഷ്യൻ പാപിയായതുകൊണ്ട് മരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. മനുഷ്യൻ പാപിയാകിയാൽ മരിച്ചു പോകുന്നു, മരണത്തിന്റെ വിധേയനായിത്തീരുന്നു. എന്നാൽ ലോകചരിത്രത്തില് മരിക്കുക എന്ന ലക്ഷ്യത്തോടെ ജനിച്ച ഒരേ വ്യക്തി മാത്രമേ ഉള്ളൂ. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. യേശു ജനിച്ചത് മരിക്കുവാൻ വേണ്ടിയാണ്. ആർക്കു വേണ്ടി? എന്തിനു വേണ്ടി? യേശു ക്രിസ്തു പറഞ്ഞു, ഒരു മനുഷ്യന്റെ സർവ്വലോകം നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? അപ്പൊ സർവ്വലോകത്തിന്റെയും വിലയെ മതിക്കുന്ന മനുഷ്യന്റെ ആത്മാവിന്റെ പാപത്തിന്റെ പരിഹാരകനായി യേശു ക്രിസ്തു ലോകത്തിൽ പൂജാതനായി. കർത്താവായ യേശു ഭൂമിയിൽ മരിച്ചത് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഏതെങ്കിലും ഒരു മതവിശ്വാസപ്പെട്ട ആളുകളുടെയോ ഇസ്രായേൽ മതക്കാരുടെയോ ക്രൈസ്തവരുടെയോ ഒക്കെ പാപത്തിന് വേണ്ടി മാത്രമല്ല, ലോകത്തിലെ എല്ലാ മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, എന്നാൽ ലോകാവസാനത്തെങ്കിൽ അവൻ സ്വന്തം യാഗത്താൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. യേശു ക്രിസ്തുവിന്റെ മരണം പ്രാപഞ്ചികമായ സ്വഭാവങ്ങളായിരുന്നു. പ്രപഞ്ചത്തിലെ സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചത്. ഇനിയും കർത്താവായ യേശു മരണത്തിൽ മാത്രമല്ല നിസ്തുലൻ, മരണത്തിന് ശേഷം പുനരുത്ഥാനത്തിന് നിസ്തുലനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ എത്രയോ ആളുകൾ ഇവിടെ ജനിച്ച് ജീവിച്ച് മരിക്കുന്നവരെയൊക്കെ നമ്മൾ സംസ്കരിക്കുന്നു. എല്ലാ മതസ്ഥരും അവരുടെ മതവിശ്വാസ പ്രകാരം അവരുടെ മരിച്ച മൃതന്മാരെ സംസ്കരിക്കുകയാണ്. ചിലര് അവരെ ദഹിപ്പിച്ചു കളയുന്നു, മറ്റു ചിലവരെ മണ്ണിൽ കുഴിച്ചിടുന്നു, വേറെ ആളുകൾ കല്ലറകൾ ഉണ്ടാക്കി അതിൽ വയ്ക്കുന്നു. അങ്ങനെ വിവിധങ്ങളായ മാർഗങ്ങൾ കൂടിയാണ് ശവശരീരം നമ്മൾ സംസ്കരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിനെയും മരണത്തിന് ശേഷം അരിമത്തിലെ യോസേഫ് എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ കല്ലറയിൽ സംസ്കരിച്ചു. വെറുതെ സംസ്കരിക്കുകയല്ല, അദ്ദേഹത്തിന്റെ അരിമ ശിഷ്യന്മാരിൽ രഹസ്യ ശിഷ്യന്മാർ അറിയപ്പെട്ടിരുന്ന 2 ആളുകൾ, നിക്കോദിമോസും അരിമത്തിലെ യോസേഫും. അവരിരുവരും പീലാത്തോസ് എന്ന് പറയുന്ന ഗലീലയുടെ ഗവർണറുടെ അടുക്കൽ അത് പറഞ്ഞു, നസറേയനായ യേശു ക്രൂശിതനായല്ലോ, അവന്റെ ഹോമശരീരം വിട്ടുതരണം. അങ്ങനെ പീലാത്തോസ് അവരുടെ ആവശ്യപ്രകാരം ആ ഹോമശരീരം വിട്ടുകൊടുത്തു.
അവര് 100 റാത്തൽ സുഗന്ധദ്രവ്യം കൊണ്ട് ഈ ശരീരം പൊതിഞ്ഞു കെട്ടി അത് ഈ അരിമത്തല യൂസന്റെ കല്ലറയിൽ സംസ്കരിച്ചു. നമ്മൾ വായിക്കുന്നത് അവിടെ സംസ്കരിക്കപ്പെട്ട ആ ശരീരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. മരണത്തിന് അവനെ പിടിച്ചേക്കുവാൻ കഴിഞ്ഞില്ല. 2000 കിലോഗ്രാമോളം തൂക്കം വരുന്ന ഭാരമുള്ള കല്ല് ആ കല്ലറയുടെ വാദത്തിൽ ഉരുട്ടി വെച്ചിരുന്നു. ആ കല്ലറയുടെ വാതിൽ 3-ാം ദിവസം ഉരുണ്ടുമാറി. റോമാ ഗവൺമെന്റ് അധികാരത്തെ സൂചിപ്പിക്കുന്ന ഗംഭീരൻ മുദ്രകൾ കൊണ്ട് കല്ലറ മുദ്രിതമാക്കിയിരുന്നു. ആ മുദ്ര ഭേദിപ്പിക്കപ്പെട്ടു. 3-ാം ദിവസം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. 40-ലധികം നാളുകൾ തന്റെ ശിഷ്യന്മാർക്കും മറ്റു പല ആളുകൾക്കും 500-ലധികം ആളുകൾക്ക് ഒരു സമയത്ത് ഗലീലയിൽ വെച്ചും അവൻ പ്രത്യക്ഷനായി. 40 നാളുകൾക്ക് ശേഷം അവൻ സ്വർഗാരോഹണം ചെയ്തു. ആ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞാൻ പോയതുപോലെ തന്നെ തിരികെ വരും. എന്താണ്? ഒരു രാജാവ് നീതിയോടെ വാഴും എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പ്രവാചക വാക്യത്തിന്റെ നിവൃത്തിയായി അനധികൃത ഭാവിയിൽ എല്ലാവർക്കും തുല്യമായ സമാധാനം നൽകി, സന്തോഷം നൽകി, സംതൃപ്തി നൽകി, ദേശമെല്ലാം ദൈവികമായ സ്വസ്ഥതയും ആനന്ദവും സന്തോഷവും നൽകി ലോകത്തെ ഭരിക്കുവാൻ ഒരു നാളിൽ അവൻ രണ്ടാമത് വരാൻ പോകുകയാണ്. പോയി മരിച്ച ശേഷം ഉയർത്തെഴുന്നേറ്റിട്ട് ഞാൻ പോയതുപോലെ രണ്ടാമത് വീണ്ടും വരുമെന്ന് പറഞ്ഞ് ലോകത്തെ വിശ്വസിപ്പിക്കാം. ഒരേ ഒരുവൻ യേശു ക്രിസ്തുവാണ്. ആകയാൽ പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മഹാബലിയായി കാൽവരി ക്രൂശിൽ അർപ്പിച്ച് തന്റെ തിരിശരീരവും രക്തവും നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിന്മേൽ അർപ്പിച്ചേൽപ്പിച്ചു കൊടുത്ത നസ്രയനായ യേശു അവിടുന്ന് പാപങ്ങളുടെ പരിഹാരം വരുത്തിയിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഭാസുരമായ ഒരു ഭാവിയുണ്ട്. ഈ ലോകജീവിതത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിനും മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലും ഭാഗ്യകരമായ ഒരു പ്രത്യാശയുണ്ട്. ഈ പ്രത്യാശയുടെ സന്ദേശം നിങ്ങളോട് പങ്കുവയ്ക്കുവാനാണ് ഞങ്ങള് ഇവിടെ ഈ മുരിക്കുംപകൽ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നത്. ഞങ്ങളൊക്കെ ഇതിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ സത്യം മറ്റുള്ള ആളുകളെ വിളിച്ചറിയിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ മുഖാന്തരമായി ദൈവം ലോകത്തിന് ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷാമാർഗം, അതായത് ആത്മാവിന്റെ രക്ഷാമാർഗം, നിങ്ങൾ മനഃപൂർവ്വമായി ഹൃദയത്തിൽ സ്വീകരിച്ച് നിങ്ങളുടെ പാപത്തെ കർത്താവിനോട് ഏറ്റു പറഞ്ഞ് ഞാൻ എന്റെ പാപിയാണ്, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അവിടുന്ന് കാൽവരിലെ കൊലക്കടത്തിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനായ ജീവിതം സമർപ്പിച്ച് ഏൽപ്പിച്ചുവെങ്കിൽ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളിൽ വരികയും നിങ്ങളോട് രസിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും മരണത്തിനപ്പുറമുള്ള ഭാസുരമായ ഭാവി നിങ്ങൾക്ക് സൗജന്യമായി നൽകുകയും ചെയ്യും. അവിടുന്ന് രാജാവായി ലോകത്തെ വാഴുവാൻ പോവുകയാണ്. ഈ കൊച്ചു കേരളത്തെ ഭരിച്ച ഒരു മഹാബലിയെ സംബന്ധിച്ച് നാം ചിന്തിക്കുന്നല്ലോ. ഇന്ത്യയിലെ 29 സ്റ്റേറ്റുകളും 7 യൂണിയൻ ടെറിട്ടറികളും ചേർന്ന വിശാലമായ രാജ്യമാണ് ഭാരതം. അതിലെ ഒരു ചെറിയ സ്റ്റേറ്റാണ് നമ്മുടെ കേരളം. ഈ കേരളത്തെ നീതിയോടെ ഭരിച്ച ഒരു രാജാവാണ് അദ്ദേഹം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ലോകത്തെ നീതിയോടെ ഭരിക്കുവാൻ കഴിയുന്ന ഒരു രാജാവായി ദൈവത്തന്നായ യേശു പ്രത്യക്ഷനാകാൻ പോകുന്നു. ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് പാപമോചനം, ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിത്യമായ സമാധാനം, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിത്യസന്തോഷം, നിത്യമായ ജീവൻ. ഈ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ നിങ്ങളെ ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.